ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാർസിസിസ്റ്റിക് അബ്യൂസ് കാരണം ഉണ്ടാകുന്ന 5 മെൻ്റൽ ഇൽനെസ്സസിനെ കുറിച്ചാണ്, മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ചാണ്, മെൻ്റൽ ഹെൽത്ത് ചാലഞ്ചസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ അപ്രോച്ച് ചെയ്ത് ഡയഗ്നോസിസിന് വിധേയമാവേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. അത് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഞാനൊരു മെൻ്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ് ആണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാനൊരു മെൻ്റൽ ഹെൽത്ത് തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടറോ അല്ല. അപ്പോൾ അത് ചെയ്യേണ്ടത്, ഡയഗ്നോസിസ് ചെയ്യേണ്ടത് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഡോക്ടറാണ്, ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു തെറാപ്പിസ്റ്റുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നാർസിസിസ്റ്റിക് വിക്ടിംസിന് ഉണ്ടാകുന്ന മെൻ്റൽ ഇൽനെസ്സസിൽ ഒന്നാമത്തെ ഇൽനെസ്സായിട്ട് നമ്മളിവിടെ പറയുന്നത് കോംപ്ലക്സ് PTSD ആണ്. PTSD എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഈ ചാനലിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാനിവിടെ ആ വീഡിയോ പിൻ ചെയ്ത് വയ്ക്കാം. PTSD സാധാരണഗതിയിൽ ഒരു ട്രോമാറ്റിക് ഇവൻറ്റിൽ നിന്നും ഉണ്ടാകുന്നതാണെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രോമാറ്റിക് ഇവൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇൽനെസ് ആണ് കോംപ്ലക്സ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നാർസിസിസ്റ്റിക് അബ്യൂസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നാർസിസിസ്റ്റിക് പാരൻസിൻ്റെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ CPTSD ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, മറ്റ് സെക്ഷൽ അബ്യൂസുകൾ അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതും ഇത്തരത്തിൽ മറ്റ് ട്രോമകളും ഈ ഒരു CPTSD ഡെവലപ്പായി വരാനായിട്ട് കാരണമാകുന്നു. ഇപ്പോൾ ഒരു നാർസിസിസ്റ്റിക് അബ്യൂസിൽ നിൽക്കുന്ന, നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വിക്ടിമിനാണെങ്കിൽ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് അവരിൽ CPTSD ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. CPTSDയുടെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇമോഷണൽ ആയിട്ടുള്ള ഫ്ലാഷ് ബാക്സ് ഉണ്ടാവും. ബാക്കിൽ തിരിഞ്ഞു നോക്കുമ്പോഴുള്ള ചെറിയ ചെറിയ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ശബ്ദങ്ങൾ, ചെറിയ ചെറിയ വിഷ്വൽസ് ഒക്കെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ടുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റിലേക്ക്, ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് അത് അനുഭവിക്കുകയും അത് കാരണമുള്ള പെയിൻ, വേദനയും ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുമൊക്കെ CPTSD ഉള്ളവരിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ CPTSD ഉള്ളവരിൽ കാണുന്ന ഒരു കാര്യമാണ് ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സെൽഫ് ഇമേജ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ഒട്ടുമില്ലാത്ത ഒരവസ്ഥ, എനിക്ക് ഒരു കഴിവുമില്ല എന്നുള്ള രീതിയിലുള്ള വിശ്വാസവും, ഒരു തരത്തിലുള്ള ചെറിയ രീതിയിൽ പോലും സെൽഫ് എസ്റ്റീം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, തനിക്കൊരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്ന അത്തരത്തിൽ ഡിസ്റ്റോർട്ടഡായി ഇരിക്കുന്ന ഒരു സെൽഫ് ഇമേജ് അവർക്ക് ഉണ്ടാവാറുണ്ട്. അത് മാത്രവുമല്ല, CPTSD ഉള്ളവർക്ക് ഫ്യൂച്ചറിൽ റിലേഷൻഷിപ്പുകളിലേക്ക് പോകുമ്പോൾ മറ്റ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലോ, സുഹൃത്തുക്കളുമായിട്ടോ റിലേറ്റീവ്സുമായിട്ടുള്ള ബന്ധങ്ങളിലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും അതിലുള്ള പ്രോബ്ലംസും മറ്റ് പല ഇഷ്യൂസും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡിഫിക്കൽട്ടി ഇൻ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നോർമലി CPTSD ഉള്ളവരിൽ കാണുന്ന ഒരു കാര്യമാണ്. മറ്റ് റിലേഷൻഷിപ്പുകൾ വയ്ക്കുമ്പോൾ, കൂട്ടുകാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും മറ്റ് സോഷ്യലി ഇൻറ്ററാക്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട്, ഫാമിലി മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഈ നാർസിസിസ്റ്റിക് അബ്യൂസ് കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും CPTSD ഉള്ളവരാണെങ്കിൽ, PTSD ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. നാർസിസിസ്റ്റിക് അബ്യൂസ് കാരണം ഉണ്ടാകുന്ന രണ്ടാമത്തെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനായിട്ട് നമ്മളിവിടെ പറയുന്നത് ഡിപ്രഷനാണ്. ഡിപ്രഷനെ പറ്റി പറയുമ്പോൾ ഈ ഒരു നാർസിസിസ്റ്റിക് വിക്ടിമിന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസവും, ഇതുപോലെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുകയും എപ്പോഴും ചെറുതാക്കി കാണിച്ചുകൊണ്ടിരിക്കുകയും എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുകയും ഗ്യാസ് ലൈറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളില്ലെന്നും വർത്ത്ലെസ് ആണെന്നും ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് എനിക്കൊരു ഹോപ്പുമില്ലെന്നും ഞാൻ ഇത് അനുഭവിക്കേണ്ട ആളാണെന്നും എൻ്റെ വിധിയാണെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് വിക്ടിംസ് ആയിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോണിക് ഡിപ്രഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിക്ടിംസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ സർവൈവേഴ്സ് ആയിട്ടുള്ളവർ അവർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, സന്തോഷം കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും സന്തോഷം കിട്ടാത്തൊരവസ്ഥ, അത് വീണ്ടും അതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഡിപ്രഷനിലുണ്ടാവും. അതിനൊപ്പം തന്നെ വളരെ ലോ ആയിട്ടുള്ള എനർജി ലെവൽ, എന്ത് കാര്യം ചെയ്താലും വളരെ ലോ ആയിട്ടുള്ള എനർജി ലെവലും ചിലപ്പോൾ ബെഡിൽ നിന്ന് തന്നെ എണീക്കാൻ പറ്റാത്ത ഒരവസ്ഥയുമൊക്കെ ഈ ഡിപ്രഷനുള്ളവർക്ക്, ക്രോണിക് ഡിപ്രഷനുള്ളവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും, വിക്ടിംസിന് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇത്തരത്തിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിനെ കണ്ട് ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾക്ക് ഡിപ്രഷനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഈ ഒരു ഡിപ്രസീവ് എപ്പിസോഡ്സൊക്കെ
നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നാർസിസിസ്റ്റിക് അബ്യൂസ് കാരണം ഉണ്ടാകുന്ന മെൻ്റൽ ചാലഞ്ചസിൽ മൂന്നാമത്തെ കണ്ടീഷനാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ പറ്റി പറയുമ്പോൾ വിക്ടിംസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേടി, നിരന്തരമായിട്ട് ഒരു പേടി ഉണ്ടാവുക, ഹൈപ്പർ വിജിലൻ്റ് ആയിട്ടിരിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ശബ്ദങ്ങൾ പോലും ബുദ്ധിമുട്ടുണ്ടാവുക ഈ നാർസിസിസ്റ്റിൻ്റെ പ്രസൻസിൽ. ചില ആൾക്കാരിൽ ഈ നാർസിസിസ്റ്റ് വരുന്ന അവരുടെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് പാനിക് ആവുകയും ഫിയർ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഇതിന് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ട്. ആ ഒരു കാറ്റഗറിയിൽ വരാൻ സാധ്യതയുള്ളതാണ് ഇത്തരത്തിലുള്ള ആങ്സൈറ്റി ഇഷ്യൂസ്. ഇതിൻ്റെ ഭാഗമായിട്ട് പാനിക് അറ്റാക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കണ്ടീഷൻസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന ഒരു അവസ്ഥ, എപ്പോഴും വറീഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, ഇതൊക്കെ ഈ ഒരു ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നാർസിസിസ്റ്റിക് അബ്യൂസ് കാരണം ഉണ്ടാകുന്ന മെൻ്റൽ ഹെൽത്ത് ചാലഞ്ചസിൽ നാലാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. വളരെ ഭീകരമായിട്ടുള്ള, ഇൻറ്റൻസ് ആയിട്ടുള്ള, ഓവർവെൽമിംഗ് ആയിട്ടുള്ള ട്രോമ കോപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം എന്നുള്ള രീതിയിലാണ് പല സർവൈവേഴ്സിലും അല്ലെങ്കിൽ വിക്ടിംസിലും ഇത്തരത്തിലുള്ള ഡിസോസിയേറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നത്. അവനവനിൽ നിന്ന് തന്നെ, സ്വന്തം ബോഡിയിൽ നിന്ന് തന്നെ, സ്വന്തം സറൗണ്ടിങ്സിൽ നിന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു ഡിസോസിയേറ്റീവ് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വിക്ടിംസിന് ഉണ്ടാകുന്നുണ്ട്. ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. ഡീറിയലൈസേഷൻ എന്ന് പറഞ്ഞ കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. അതായത് വേൾഡ് റിയൽ അല്ലെന്നും ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ള രീതിയിലായിരിക്കും വിക്ടിമിന് അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ആളിന് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനിൽ നിന്ന് തന്നെ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ എൻ്റെ ശരീരവും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഈ വിക്ടിമിന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അഞ്ചാമത് നമ്മൾ സംസാരിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് നാർസിസിസ്റ്റിക് അബ്യൂസിന് ശേഷം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ നാർസിസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് മാറി നിങ്ങളുടെ റിക്കവറി പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യത. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഡെയിലി ടാസ്കുകൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഡെയിലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, മറ്റ് ഇവൻറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയത്ത്, അല്ലെങ്കിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അത് കൃത്യമായിട്ട് കോപ്പ് ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ, ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഡെയിലി ലൈഫിൽ എപ്പോഴും സാഡ്നെസ്സും ആങ്സൈറ്റിയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറിൻ്റെ സിംറ്റമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ബോണസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിസോർഡറാണ് ഹെൽപ്ലെസ് പാരാലിസിസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു റെക്കഗ്നൈസ്ഡ് ഒരു മെഡിക്കൽ ടേം അല്ല. ഇത് ലോക്ക്ബീൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കണ്ടീഷനാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ ഒരു തരത്തിൽ ഫ്രീസായി പോകുന്നൊരവസ്ഥയാണ്. നിങ്ങളുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, കംപ്ലീറ്റ്ലി സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥ, ഫ്രീസായിരിക്കുന്ന ഒരവസ്ഥ, നമ്മുടെ കണ്ണ് ഇമജിമാൻ മാത്രം നമുക്ക് കഴിയുന്ന രീതിയിലേക്ക്, അത് മാത്രമേ ആ സമയത്ത് അങ്ങനെ ആവുന്ന ഒരു പാനിക് അറ്റാക്ക് പോലെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ വിക്ടിംസിന്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. ചിലരിൽ ഇതിൽ പല കാര്യങ്ങളും ഓവർലാപ്പ് ചെയ്ത് വരാം, ചിലരിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുമാത്രമല്ല ഇതിൻ്റെ സിവിയറിറ്റിയും ഇൻറ്റൻസിറ്റിയും ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോൾ, ഈ കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് നേടുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ, ഇത്തരം ചാലഞ്ചസും ഇത്തരം ബുദ്ധിമുട്ടുകളും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാത്തതും ഡിസ്കസ് ചെയ്തതുമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഈ ഡിസോർഡേഴ്സിനെ കുറിച്ച് നിങ്ങളിലേക്ക് അവയർനെസ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ഞാനിന്ന് ചെയ്തത്. ഇതിൽ ഓരോ ഡിസോർഡേഴ്സും നമുക്ക് പ്രത്യേകം വീഡിയോസൊക്കെ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. ഒരുപാടുണ്ട് അതിനകത്ത് പറയാനായിട്ട്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് പ്രത്യേകിച്ച് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ഈ അവയർനെസ് എത്തേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങൾ എമർജൻസി സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നാർസിസിസത്തെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്, മറ്റ് കാര്യങ്ങളെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ നാർസിസിസം വീഡിയോസ് എല്ലാം ചേർത്ത് ഞാനൊരു പ്ലേലിസ്റ്റ് എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ
കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് നാസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചാനൽ ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകളെല്ലാം കണ്ടു നോക്കി നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.